ടി ജി തിരഞ്ഞെടുപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സർവേ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ മനോരമ ചാനലിലാണ് ഇപ്പോൾ സർവേ വന്നത്. അതായത് നരേന്ദ്രമോദിയേക്കാൾ ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ്. അങ്ങനെയൊക്കെ കുറച്ച് സർവേ ഫലങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിലെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ്റെ ഭരണം മോശമാണ്. ഇതെല്ലാം ചേർത്ത് അതിനു മുന്നേ വി ഡി സതീശന് ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ മനോരമയുടെ കൊടുക്കുകയും ചെയ്തു. പൊതുവെ ഒരു പ്രഖ്യാപിത UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് മനോരമ, എനിക്ക് തോന്നുന്നു 2 വട്ടം തുടർച്ചയായി ഭരണം UDFന് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ മനോരമയും കൂടെ രംഗത്തിറങ്ങി പ്രതികരിക്കുകയാണോ പ്രവർത്തിക്കുകയാണോ എന്ന് തോന്നുന്നു. ഞാനേ ഒരു ആമുഖമായിട്ട് പറയട്ടെ, എത്ര വർഷമായി ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു. ഇന്ന് വരെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സർവേക്കാരൻ എൻ്റെ അടുത്ത് വരണമല്ലോ, വന്നിട്ടില്ല. ഞാൻ കൊള്ളില്ലാത്തവനാണ്, അതുകൊണ്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തടുപ്പിച്ച് പരിചയമുള്ളവരെയും അവരെയും ഫോണിൽ മാത്രം അറിയാവുന്നവരെയും കേരളത്തിൽ മൊത്തമുള്ളവരെ ഒരു ടെസ്റ്റിനായിട്ട് ഇങ്ങനെ വിളിച്ചു നോക്കുക. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു സർവേക്കാരൻ പോയിട്ടില്ല. ഇങ്ങനെ സംഭവിക്കുമോ? ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയണ്ടേ, എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു കേട്ടോ എന്ന് പറയണമല്ലോ? ഇല്ല. എനിക്കത് വലിയ അത്ഭുതമായിട്ടിരിക്കുന്നു. ഇതുപോലെ രണ്ടാമത്തെ അത്ഭുതമാണ് ഈ ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി ഒരു ബോക്സ് വീട്ടിൽ വയ്ക്കും. അങ്ങനത്തെ ഒരു വീട് വായിച്ചത്ത് കണ്ടിട്ടുണ്ടോ? ബോക്സ് ഇരിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വെക്കും, കേട്ടിട്ടേ ഉള്ളൂ. നമ്മളെത്ര വീടുകളിൽ പോകുന്നു. ഇത് ഞാൻ വിളിച്ചു ചോദിച്ചാൽ ആരുടെയെങ്കിലും വീട്ടിൽ ബോക്സുള്ള ഒരു വീടെങ്കിലും. പക്ഷേ ആ ബോക്സ് ഉണ്ടെന്നും അതിൽ നിന്ന് റേറ്റിംഗ് ഉണ്ടാകുകയാണെന്നും അതിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്നു, കേസ് നടക്കുന്നു എനിക്കറിയാം. പക്ഷേ ഈ സാധനം വെച്ച് ഒരു വീടും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ വരുമ്പോൾ വീട്ടുകാരൻ ഓടിപ്പാഞ്ഞ് ഇതെടുത്തിട്ട് ഒളിച്ചു വയ്ക്കുകയാണോ എന്ന് അറിഞ്ഞോളാം. ഇതുപോലെ ആകാശത്ത് മനോരമ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുകയല്ല. ഒരുപാട് സർവേകൾ ഈ ഡ്രോയിങ് റൂമിൽ വെച്ച് നടക്കാറുണ്ട്. ഇത് നമ്മളിപ്പോൾ നോക്കും. ആ മലപ്പുറത്ത് ഒരു കാര്യം ചെയ്യാം, പൊന്നാനി നമുക്ക് ഇത്തവണ LDFന് കൊടുക്കാം. കഴിഞ്ഞ തവണ ആർക്കാണ് കൊടുത്തത്? കഴിഞ്ഞ തവണ LDFനായിരുന്നു, ഇത്തവണ ഇരുന്നോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കലാപരിപാടികൾ. ചേർത്തല അത് ട്രഡീഷണലി ഇടതുപക്ഷമാണ്. CPI ആയിരിക്കും മത്സരിക്കുന്നത്, CPIക്ക് കൊടുത്തേക്ക്. ഇങ്ങനെ ഇത് ഞാനും വായിച്ചെത്തുമ്പോൾ ഇവിടെ ഇരുന്ന് നറുക്കിട്ടാൽ വരുന്നൊരു ഫലമുണ്ടല്ലോ, അതേ ഫലമായിരിക്കും ഈ സർവേയിൽ കിട്ടുന്ന ഫലം. ആകെ നറുക്ക് നമ്മൾ ശ്രദ്ധിച്ചിടണമെന്നേ ഉള്ളൂ. കേരളത്തിൽ ഇത്ര സീറ്റാണെന്നും ഏകദേശം ഇങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ട് ആ ഡിജിറ്റ്സ് മാത്രം ഇട്ട് നറുക്കെടുക്കണം. യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്, ഓൾമോസ്റ്റ് സെയിം. 5-6 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ഇതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗസ് വർക്കാണ് ഈ സർവേ ഫലം എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന പലതും. എഗെയിൻ ഞാൻ പറയുന്നു, മനോരമ ആരെങ്കിലും കളിപ്പിച്ചു എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അവർ സത്യസന്ധമായിട്ട് ചെയ്തതായിരിക്കും. അവരുടെ സാമ്പിൾ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഒന്നാമത് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ആരും തുറന്ന് പറയാറില്ല ഈ കാലത്ത്. എന്തിനാ വെറുതെ ശത്രുത ഉണ്ടാക്കുന്നതെന്ന് തോന്നും. വേറൊന്ന്, മനോരമ ഇത് നോട്ട് ചെയ്യുമല്ലോ, ഇന്നാളെ ഇന്ന ഉത്തരം പറഞ്ഞു എന്നൊക്കെയുള്ളത്. നോട്ട് ചെയ്യില്ല എന്നൊക്കെ അവർ പറയും, രഹസ്യമായിട്ട് വയ്ക്കുമെന്നൊക്കെ പറയുമെങ്കിലും ഇത് പരസ്യമായാലെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കൊണ്ട് ആരും ഇത് ശരിയായ ഉത്തരം പറയില്ല. അതിനവർക്കൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ നുണ പറയുന്ന ഇത്ര ശതമാനം പേര് നുണ പറഞ്ഞിരിക്കും സർവേയിൽ എന്ന് പറഞ്ഞിട്ട് അവരെ ഡിസ്കൗണ്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുണ്ട്. ബട്ട് ജനറലി ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് UDFന് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് എല്ലാവരും കരുതുന്നു. അപ്പോൾ അത് സാധാരണ ആൾക്കാരോട് ചോദിക്കും, അല്ല ഇത്തവണ UDF വരുമെന്നാണല്ലോ. അല്ല ചേട്ടൻ പറ, ആര് വരും? UDF. പിന്നെ ലോഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സർവേയിൽ. ഇത്തവണ UDF അല്ലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ആര് വരും എന്നുള്ളതിന് പകരം UDF വരുമോ എന്ന് ചോദിക്കുക, UDF അല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം പോലെ ഇരിക്കും മറ്റേ ആളുടെ ഉത്തരം. ലോഡഡ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യൻ എന്നും ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇതിനൊരു പ്രത്യേക ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഈ സർവേ ഫലം വരുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ നമ്പർ 1 ആയിരിക്കും. മോദിയേക്കാൾ പോപ്പുലർ കേരളത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അതൊരു സത്യമാണ്. അത് സർവേ ചെയ്യാതെ തന്നെ നമുക്കറിയാം. കാരണം കേരളത്തിലെ ആൾക്കാർ
ഇപ്പോഴും ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയാണ് ചിന്തിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തോ മഹത്തായ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് വയനാടൊക്കെ വന്നിട്ട് 6 ലക്ഷത്തിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടും. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ആ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുമോ? അമേഠി കരുത്തോപ്പിച്ച ആളിനെ പിന്നെ വീണ്ടും ജയിച്ചു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അത് സത്യമാണ്. രാഹുൽ ഈസ് നമ്പർ 1 ഇൻ കേരള കമ്പയർഡ് ടു. അതേസമയം ഈ പോപ്പുലാരിറ്റി ഉള്ളപ്പോൾ പോലും രാഹുൽ ഗാന്ധി വന്നാൽ ബസ്സും ട്രെയിനും വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ മറൈൻ ഡ്രൈവ് എന്നറിയില്ല. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വന്നാൽ, മോദി വന്നാൽ എന്നറിയും. പ്രവർത്തകരുടെ ബസ്സുണ്ടാകും, BJPക്കാരുടെ. ബട്ട് അതല്ലാതെ പൊതുജനം ഇരച്ചു കയറും. അപ്പം ആരാ പോപ്പുലർ? ഈ പോപ്പുലാരിറ്റി ഇവരുടെ സർവേയിൽ ഇഫക്റ്റ് ചെയ്യണമെന്നില്ല. അത് സർവേ അഗെയിൻ നിങ്ങൾ ആര് ഏത് പ്രദേശത്ത് എങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നടത്തി എന്നുള്ളതിനെ ആശ്രയിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പൊതു അന്തരീക്ഷമല്ല പലപ്പോഴും ഗ്രൗണ്ടിൽ കാണുന്നത്. ഗ്രൗണ്ടിലെ സിറ്റുവേഷൻ വേറെയാണ്. ആൾ കൂടി എന്നുള്ളത് പോപ്പുലാരിറ്റിയുടെ ലക്ഷ്യമാണ്. പക്ഷേ അത് വോട്ടാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് മോദിയുടെ യോഗത്തിന് 50,000 60,000 ആൾ കൂടുമ്പോഴും വോട്ട് വരുമ്പോൾ BJPക്ക് 18,000 20,000 വോട്ടേ ഉള്ളൂ. ഈ കൂടിയ ആൾക്കാർ വോട്ട് ചെയ്താൽ മതി, പക്ഷെ അത് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അത് ശരിക്കൊരു രാഷ്ട്രീയ അന്തരീക്ഷം സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പ്രയാസമാണ്. ത്രൂ ഔട്ട് ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ഇന്ത്യ ആളുകളുടെ കൈ പൊള്ളിയിട്ട് ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പ് ആരും സർവേ നടത്തിയില്ല. എക്സിറ്റ് പോൾ നടത്തിയില്ല. എക്സിറ്റ് പോൾ നടത്താൻ പേടി. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് അൺപ്രഡിക്റ്റഡ് ആണ് ഇന്ത്യൻ വോട്ടർ. ഒരു രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കില്ലെങ്കിൽ ചതിയൻ എന്ന് പറയാം. മഹാചതിയനാണ് ഇന്ത്യൻ വോട്ടർ. ഒരിക്കലും അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഗസ് വർക്കിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം നടക്കുന്നത്.